ഗൈസ്, ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പൈപ്പിംഗ് വയ്ക്കാനോ ബ്ലൗസിന് കഴുത്ത് പിടിപ്പിക്കാനോ ക്രോസ് പീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു തുണി കഷ്ണം എടുത്ത് അതിൻ്റെ നേരെയുള്ള ഭാഗത്തല്ല മൂലഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അതിന് മാർക്ക് ചെയ്ത് ഇട്ടു. എന്നിട്ട് ആ മാർക്കിൽ നിന്ന് 1.25 ഇഞ്ചാണ് ബ്ലൗസിന് എടുക്കുക. ഒരു 1.5 ഇഞ്ച് നമുക്ക് പൈപ്പിങ്ങിന് എടുക്കാം കേട്ടോ. പൈപ്പിംഗ് ആകുമ്പോൾ 1.5 ഇഞ്ച്. ആ 1.5 ഇഞ്ച് ആ ലൈനിൽ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്ത് മൂലയിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കണ്ടോ, ക്രോസായിട്ട്. ഇനി നമുക്ക് ഉണ്ടാവും എല്ലായിടത്തും 1.5 വെച്ച് മാർക്ക് ചെയ്ത് കറക്റ്റ് വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ഒരു പീസും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിന് എടുക്കാം കേട്ടോ. 1.5 ഇഞ്ച് വീതം ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഇനിയും 1.5 ഇഞ്ച്, അങ്ങനെ 1.5 ഇഞ്ച് എല്ലായിടത്തും മാർക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. കുറേ പേർക്ക് ക്രോസ് പീസ് വെട്ടാൻ അറിയില്ല. അവർ നീളത്തിൽ വെട്ടിയിട്ടാണ് കഴുത്ത് പിടിപ്പിക്കുക. പക്ഷേ അത് വിരിഞ്ഞിരിക്കും അങ്ങനെ കഴുത്ത് പിടിപ്പിക്കുമ്പോഴേ. അത് കാരണമാണ് ഇങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത്. അതിന് ഇത് ജോയിൻ്റ് അടിക്കുന്നത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ഭാഗം നോക്കുക. നല്ല ഭാഗത്തിൻ്റെ മുകളിൽ ഇതിൻ്റെ നല്ല ഭാഗം വെക്കണം. അതിൻ്റെ മൊനയുള്ള ഭാഗം ഒരു മൊനയില്ലാത്ത ഭാഗത്തേക്ക് നമുക്ക് വെച്ച് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് വയ്ക്കുക. ഒരു മൊനയുള്ള ഭാഗവും ഒരു മൊനയില്ലാത്ത ഭാഗവും അങ്ങനെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ. ക്രോസ് പീസ് വെട്ടൽ കഴിഞ്ഞു.